നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി പറഞ്ഞ പോലത്തെ വിഷമമൊന്നും വിച്ചോട്ടിനില്ലാട്ടോ. അവന് ലച്ചൂട്ടി, ഉണ്ണിക്കുട്ടനും ആർച്ചയും ഭദ്രയൊക്കെ ഉണ്ടായാൽ അത് മതി, വേറെ ആരും വേണ്ട. നമ്മൾ 5 പേരും പണ്ട് വളർന്നതുപോലെയാ നമ്മുടെ 5 മക്കളും. അവരൊരുമിച്ച് കൂടിയാ പിന്നെ അവരുടേതായ വേറെ ലോകമാ. ഒരു ശല്യമില്ലാതെ മുറിയിലിരുന്ന് കളിച്ചോളും എല്ലാരും. ആ, അതൊരു ഭാഗ്യം തന്നെയാ ചേച്ചി. ഇല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ നമ്മൾ മക്കളെയും കൊണ്ട് പോണ്ടി വരില്ലേ? എന്നുവെച്ച് എപ്പോഴും മക്കളെ പുറത്തിറക്കാതെ വളർത്താനൊന്നും പറ്റില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ വസുമതി ചേച്ചി പറയും, നിങ്ങൾ 5 കുഞ്ഞുങ്ങളെയും കൂട്ടിലിട്ട് വളർത്തുകയാണോന്ന്. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. 5 മക്കളുണ്ടായിട്ട് ഒരാളെ പോലും പുറത്ത് കാണാഞ്ഞാ ആരായാലും ചോദിക്കില്ലേ? ആ, അവര് ചോദിച്ചോട്ടെ ചേച്ചി, നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയൂ. ഏതായാലും അനന്തമാഷിന്റെ പേരക്കുട്ടികൾ വളർന്നു വരുമ്പോ നല്ല മിടുക്കരായിരിക്കും എല്ലാവർക്കും അറിയാം. പിന്നെ അമ്പിളി ചേച്ചി എല്ലാവരും വളർത്തുന്നേ. എന്റെ ഏറ്റവും വലിയ ആശ്വാസം അതാ. എന്തായിരുന്നു കേട്ടാ അച്ഛനായിട്ട് ഇത്രയും വലിയ ചർച്ച? കുറെ കാര്യങ്ങളുണ്ടല്ലേ, എല്ലാം പറഞ്ഞില്ലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. അത് ശരിയാ. അല്ലെങ്കിലേ നമ്മളൊക്കെ അച്ഛനെ എന്തൊക്കെയോ മറയ്ക്കാന്നുള്ള പരാതി അച്ഛനുണ്ട്. അതൊരു സത്യമല്ലേ ചേച്ചി? അച്ഛനെ കൂടുതൽ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാണെങ്കിലും പലതും നമ്മൾ അച്ഛനറിയാതെ മൂടി വെക്കുന്നില്ലേ? ആ, അത് പോട്ടെ. ഇന്ദ്രേട്ടന്റെ വീട്ടിലെ സംഭവമൊക്കെ രഘുവേട്ടൻ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ആ, പറഞ്ഞു. സത്യസാറിന്റെ അമ്മാവന്റെ വീട്ടിലൊന്ന് പോകേണ്ടി വരും. മരിച്ചയാൾ അമ്മാവനെ പരിചയമുണ്ടത്രേ. പിന്നെ കാര്യവും ഞാൻ അമ്മാവനോട് സംസാരിച്ചത് വിനയന്റെ മാറ്റത്തെക്കുറിച്ചാ. അദ്ദേഹത്തിന് അവന്റെ കാര്യത്തിൽ ഇപ്പോ വലിയ പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്താ രഘുവേട്ട കാര്യം? രഘുവേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാൻ ചീരുവിനൊരു സൂചന നൽകി നോക്കി. പക്ഷെ അവള് വിനയന്റെ കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന മട്ട. ചീരു സഹകരിച്ചില്ലെങ്കിൽ അച്ഛന്റെ പ്രതീക്ഷ നിരാശയാകും. വിനയം മാറി തുടങ്ങിയ ഉടനെ തന്നെ ചീരു അവനെ അംഗീകരിക്കുന്നുള്ള പ്രതീക്ഷ ആർക്കും ഇല്ല അമ്പിളി. പക്ഷെ അവന്റെ ഓരോ മാറ്റവും അപ്പപ്പം നമ്മൾ ചീരുവിനെ അറിയിക്കണം. അതിലൂടെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായ അതൊരു പ്രതീക്ഷയല്ലേ? അതെ രഘുവേട്ട, ചീരുവിന്റെ മക്കളുടെ അച്ഛനെന്ന നിലയ്ക്ക് വിനയിൽ നിന്ന് അവൾ പൂർണ്ണമായിട്ട് മുഖം തിരിക്കേണ്ട കാര്യമില്ലല്ലോ. നന്നാവൂന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരവസരം കൂടി ആർക്കും കൊടുക്കാലോ. അല്ല, അനുവിനിപ്പോ വിനയനെ കുറിച്ച് ദാസങ്ങൾ കൂടി പറഞ്ഞതിന്റെ അറിവുണ്ടല്ലോ. അത് വെച്ച് പറ്റിയ ചീരുവിനോട് സംസാരിക്കുന്നത് നല്ലതാ. നീ പറയുമ്പോ അവള് കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കും. ആ, നോക്കട്ടെ രഘുവേട്ട, സാഹചര്യം ഒത്തുകിട്ടിയാ ഞാൻ പറഞ്ഞു നോക്കാം. ചേച്ചി, ഇന്ദ്രേട്ടനാ. ഞങ്ങളിവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതായിരിക്കും. ആ, ഇന്ദ്രനിപ്പോ നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമൊക്കെ തോന്നി തുടങ്ങിയല്ലോ. നമ്മള് തറവാട്ടിലേക്ക് പോകുന്ന കാര്യം ഇന്ദ്രനും അവന്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞു രഘുവേട്ട. സുശീലാന്റി കേൾക്കാൻ വേണ്ടി ഞാനും മഞ്ചാടിയും പോയി നല്ല തള്ളു തള്ളി. അവരകത്തിരുന്ന് കേട്ട് കാണും. ആ, ഇന്ദ്രൻ ഇത്ര ശുഷ്കാന്തിയോടെ വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇനി അമ്മയ്ക്കും മോനും അനുപമ പ്രിയപ്പെട്ടവളായിരിക്കും. കോടികളുടെ സ്വത്തിന് അവകാശിയാവാൻ പോവല്ലേ മരുമകള്. അതാ വരുന്നു മോളെ. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ കരയും.